CID ദാസനെയും വിജയനെയും അവരുടെ സേവനം മുൻനിർത്തി കേരള പോലീസ് തങ്ങളുടെ അതിഥികളായി കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. തങ്ങളുടെ ഒരാഴ്ചത്തെ കേരള സന്ദർശനം പരമരഹസ്യമായിരിക്കും എന്ന ഉറപ്പിന്മേൽ CID ദാസനും വിജയനും യാത്ര തിരിക്കുന്നു. ദാസ, എനിക്ക് പേടിയാകുന്നു ദാസ. ഒന്നും സംഭവിക്കാതെ തിരിച്ചു പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. എടാ വിജയ, നിന്റെ പേടി നിന്നെയും കൊണ്ടേ പോകൂ. നീ ധൈര്യമായി നടക്ക്. അതാണ് നമുക്കുള്ള കാറെന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്നത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് സമാധാനിക്കാം. ഹലോ ഹലോ, ഞാൻ DGP ആണ്. അവിടെ കാണുന്ന ചുവന്ന കാറ് നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഓർക്കുക, ഈ സംഭവം മറ്റാർക്കും തന്നെ അറിയില്ല. അതെ, അത് തന്നെയാണ് വേണ്ടതും. ഓക്കേ, നിങ്ങൾക്ക് മറ്റെന്താവശ്യങ്ങളുണ്ടായാലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം. താങ്ക് യു. എടാ വിജയ, ബോംബൊന്നുമല്ലാതെ ഒരു കൊട്ടത്തേങ്ങ വീണതാ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലോ നീ? പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഓടിയതായിരുന്നു. അത് മനസ്സിലായി. എന്റെ ദാസ, നീ കാറൊന്ന് പതുക്കെ വിട്. ഒരു 100 150 വിട്ടാ മതി. നമുക്ക് പോയിട്ട് വല്ല ധൃതിയൊന്നുമില്ലല്ലോ. എടാ വിജയ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ചാലും. ആര് പറഞ്ഞു വേണ്ടെന്ന്? എത്ര കാലമായി ഞാനും ആഗ്രഹിക്കുന്നത്. വണ്ടി എത്ര നല്ല ഭക്ഷണം, എന്ത് നല്ല സുഖ സൗകര്യങ്ങൾ. ദാസാ, എടാ വിജയ, ഇവർക്ക് ഇതിനു മുമ്പ് നമ്മളെ എന്തുകൊണ്ട് ക്ഷണിക്കാൻ തോന്നിയില്ല? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. ശരിയാണ് വിജയ. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി, ഉയരങ്ങൾ തേടും താഴ്വാരം, ഉയരിൽ നിറഞ്ഞൊഴുകും ഉല്ലാസത്തിനുന്മാദമേ ആകാശക്കൊട്ടാരങ്ങൾ കീഴടക്കാം. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി, ഉയരങ്ങൾ തേടും താഴ്വാരം, ഉയരിൽ നിറഞ്ഞൊഴുകും ഉന്മാദത്തിനുല്ലാസമേ ആകാശക്കൊട്ടാരങ്ങൾ കീഴടക്കാം. അയ്യോ മോനെ, ഇതാണ് പാട്ട്. ഇതെന്ന് പറഞ്ഞ പാടുന്നത് പോലുള്ള പാട്ടല്ല. ഇതൊക്കെ വളരെ രസകരമായിട്ട് പാടണം. ഓ, നീ വലിയ പാട്ടുകാരനാണല്ലോ. ആനന്ദത്തിൽ പറന്നുയരാം, എതിരാളിക്കൂട്ടത്തോടങ്കം ജയിച്ചു വരാം. അതിലുള്ള സ്നേഹത്തിനാഴം കാണാൻ ഒന്നായി പോകാം. സ്വപ്നലോകം സ്വർഗമാക്കി പങ്കുവെക്കാം. ആനന്ദത്തിൽ ആനത്തേരിൽ പറന്നുയരാം, എതിരാളിക്കൂട്ടത്തോടങ്കം ജയിച്ചു വരാം. അതിലുള്ള സ്നേഹത്തിനാഴം കാണാൻ ഒന്നായി പോകാം. സ്വപ്നലോകം സ്വർഗമാക്കി പങ്കുവെക്കാം. വിജയ, ഇങ്ങനെ പാടണം. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതമെന്നൊരു സഞ്ചാരി, ഉയരങ്ങൾ തേടും താഴ്വാരം, ഉയരിൽ നിറഞ്ഞൊഴുകും
ഉന്മദത്തിനുല്ലാസമേ ആകാശ കൊട്ടാരങ്ങൾ കീഴടക്കാം. നിനക്കറിയാമല്ലോ, ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ്, താൻ വെറും പ്രീ ഡിഗ്രിയാണ്. അപ്പോ താൻ പാടിയ അത്രേ ഉണ്ടാവത്തുള്ളൂ. ദാസ, പാട്ടുകാരിൽ ബികോം എന്നോ പ്രീ ഡിഗ്രി ഒന്നോ ഇല്ല, എല്ലാവരും പാട്ടുകാരാണ്. മോഹത്തിൻ വാതിൽ നെഞ്ചിൽ തുറന്ന് വയ്ക്കാം, ലോകത്തിനങ്ങേയറ്റം വീരൽ തമ്പാൽ തൊട്ടേ വരാം. മനസ്സിന്റെ നീനവെല്ലാം കടലാസു തോടിയേറി കണ്ണത്താ ദൂരത്ത് തുഴഞ്ഞു പോകാം. മോഹത്തിൻ വാതിൽ നെഞ്ചിൽ തുറന്ന് വയ്ക്കാം, ലോകത്തിനങ്ങേയറ്റം വീരൽ തമ്പാൽ തൊട്ടേ വരാം. മനസ്സിന്റെ നീനവെല്ലാം കടലാസു തോണിയേറി കണ്ണത്താ ദൂരത്ത് തുഴഞ്ഞു പോകാം. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതം എന്നൊരു സഞ്ചാരി, ഉയരങ്ങൾ തേടും താഴ്വാരം. അമ്മേ, ഉയരിൽ നിറഞ്ഞൊഴുകും ഉന്മാദത്തിനുല്ലാസമേ ആകാശ കൊട്ടാരങ്ങൾ കീഴടക്കാം. ഉലകങ്ങൾ ചുറ്റിപ്പായും ജീവിതം എന്നൊരു സഞ്ചാരി, ഉയരങ്ങൾ തേടും താഴ്വാരം. ഉയരിൽ നിറഞ്ഞൊഴുകും ഉന്മാദത്തിനുല്ലാസമേ ആകാശ കൊട്ടാരങ്ങൾ കീഴടക്കാം. പമ്പൻ ചിമ്പു. ഞായറ് വന്നു, ഞങ്ങളും വന്നു, ഞാവൽ പഴം ഒന്നു തിന്നാനായി. തിങ്കളും വന്നു, മങ്കകൾ നിന്നു, തങ്കത്തരിവള വാങ്ങാനായി. ഒരു കഥ കേൾക്കാൻ കൊതിയാകുന്നു. മുട്ടത്തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ, കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ. വഴിയിലിരിക്കും പേപ്പട്ടി ചാടിക്കടിക്കും, അയ്യയ്യോ ഞെട്ടി വിറച്ചു കുട്ടപ്പൻ. ഈശ്വര കാത്തോളനെ. റെഡി 1 3 2 4 5 2 3. വീട്ടിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനും കൂടി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി. നന്നായി. നമുക്കിവനെ പൊരിച്ചടിക്കാം. എന്താ? ഹേയ്, അത് പറ്റില്ല. എണ്ണയിൽ പൊരിച്ചതൊന്നും എനിക്ക് പറ്റില്ല. കൊളസ്ട്രോളിന്റെ അസുഖമുണ്ടേ. പൊരിച്ചു തന്നെ തിന്നണം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം, കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചെ കണ്ടില്ല വരം നേരം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം. ചേ, മനസ്സുകൊണ്ട് ആരെയും പഴിക്കുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭക്ഷണം തരുന്ന ആളല്ലേ, മുതലാളിയോട് നല്ല 1-2 വാക്കുകൾ പറയാം. എന്താ മുതലാളി ഒന്നും മിണ്ടാത്തത്? നമുക്കെന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ചെയ്യണമറിയില്ല. നിന്നോടൊക്കെ എന്തു പറയാനാ? പലതും നൽകി വേദന മാറും ചൊമ്മേ. ദാസ, എനിക്ക് കാറ്റുകൊണ്ട് മടുത്തു. നമുക്കൊരു ഹോട്ടലിൽ പോയി നല്ല ബിരിയാണി കഴിച്ചാലോ? എനിക്ക് വിശക്കുന്നു. നീ വരുന്നെങ്കിൽ വാ. ഏത് നേരം ഈ തീറ്റയുടെ വിചാരം മാത്രമേ നിനക്കുള്ളൂ. ഇവിടെ നീ മുടിപ്പിച്ചേ അടങ്ങുമല്ലേ? നീ വലിയ CID ആണല്ലോ. നിനക്ക് വായു മതി ഭക്ഷണമായിട്ട്. ആഹാരം കഴിച്ചിട്ട് മതി ദാസ. കുറച്ചെങ്കിലും കോമൺ സെൻസ് വേണം ദാസ. ഇടാ, BCom ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായവരാണ് ഞാൻ. ഡിഗ്രി തോറ്റ നിനക്ക് കോമൺ സെൻസ് മനസ്സിലാവില്ല. ഓ, തുടങ്ങി BCom ഫസ്റ്റ് ക്ലാസ്. ഒന്നും നിർത്തുന്നുണ്ടോ? നേരം കളയാൻ വല്ല മാർഗമുണ്ടെങ്കിൽ ഒന്ന് പറയന്റെ പൊന്ന് ദാസ. ശരി, എങ്കിൽ നമുക്ക് ചെസ് കളിക്കാം. അതാവുമ്പോ സമയം പോകുന്നതേ അറിയില്ല. അത് വേണ്ട. അതൊക്കെ ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളികളൊക്കെയാണ്. നമുക്ക് ആ കളി ശരിയാവില്ല ദാസ. എങ്കിൽ നീ തന്നെ പറ.
ഒരു ഐഡിയ. നമുക്ക് തൊട്ട് കളിച്ചാലോ? അയ്യോ, അത് മതി ദാസ. അല്ലെങ്കിൽ വേണ്ട, ഓട്ടപ്പന്തയം വെച്ചാലോ? ആ കാണുന്ന പാറ ചെന്ന് പിടിക്കാം. ആരാണ് പിടിക്കാത്തത് അവന്റെ വക ഇന്നത്തെ ഫുൾ ഭക്ഷണം അല്ലേ ദാസ? ഓക്കെ, ഞാൻ ഏറ്റു. പിന്നെ വാക്കു മാറരുത് വിജയ. നീ മാറാതിരുന്നാ മതി. ഇല്ല, ഞാൻ റെഡി. എങ്കിൽ ഞാനും എപ്പോഴോ റെഡി. നീ എങ്ങനെ ഓടിയാലും ഞാൻ നിന്നെ പിടിച്ചിരിക്കും. പതുക്കെ ഓട്, പതുക്കെ. ഞാൻ പിടിക്കും. നീ ഒന്ന് പോയ. ആ പാറയുടെ അടുത്തെത്തിയാൽ നമ്മുടെ ദൗത്യം നിറവേറി. അയ്യോ, രണ്ടുപേരും കൊണ്ട് ഓടി വരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നവരും പുറത്തറിഞ്ഞുവെന്ന് തോന്നുന്നു. ഇതെങ്ങനെ ഇവരറിഞ്ഞു? ഇവരാരാണാവോ? ഈ ചെറുക്കനെ നീ എങ്ങനെ എത്തിക്കും? നീ എങ്ങനെ ഓടിയാലും ഞാനാണ് പിടിക്കുന്നത്. അവന്റെ ഒടുക്കത്തെ ഓട്ടം അത് വ്യാമോഹമാണ് വിജയ. നിനക്കതിന് കഴിയില്ല. അവർ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ പദ്ധതികളെല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ ഓടിക്കോ. ഇന്നത്തെ ചെലവ് മുഴുവൻ നിന്റെ വകയാണ് വിജയ. എന്താന്നറിയില്ല, എനിക്ക് വയറിന് നല്ല സുഖമില്ല ദാസ. തള്ളല്ല ദാസ, തള്ളല്ല പ്ലീസ്. എന്റെ വയറിന് നല്ല സുഖമാ. നടന്നു. തള്ളല്ല, തള്ളല്ല. ബോസ്, വന്ന സിഐഡികൾ ചില്ലറക്കാരല്ല. നമ്മുടെ സംഘത്തിൽ തന്നെ മറ്റാൾക്കാർ പോലും ഈ പദ്ധതികളൊന്നും അറിഞ്ഞിട്ടില്ല. കുട്ടിയെ കയ്യിൽ കിട്ടിയതായിരുന്നു. അപ്പോഴേക്ക് അവർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു ബോസ്. ഒരു വിധത്തിൽ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ പിടിച്ചേനെ. ഓടി രക്ഷപ്പെടുകയല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു ബോസ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? എന്നെയും കൂടി കൊടുക്കാനോ? കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആകുമെന്ന് അറിഞ്ഞൂടെ? തമിഴ്നാട്ടിൽ രക്ഷയില്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കച്ചവടം നല്ലോണം നടക്കുന്നുമുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങൾ. ഛേ, നിങ്ങൾ കണ്ടത് അവന്മാരെ തന്നെയാകാൻ സാധ്യതയുണ്ട്. അവർക്ക് മാത്രമേ നമ്മളെ പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇവൻ തന്നെ ബോസ്. സംശയമില്ല ബോസ്, ഇവനുമുണ്ട്. ഉറപ്പാ? അപ്പോൾ എന്റെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഓടിപ്പോരാൻ കാരണം ഇവന്മാരാണ്. ഇനി ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഒന്നുകിൽ അവർ, അല്ലെങ്കിൽ ഞാൻ. നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് അവരുടെ താവളം കണ്ടെത്തി അവരെ നശിപ്പിക്കണം. പോകൂ, വേണ്ടതുപോലെ ചെയ്യൂ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട ആയുധങ്ങൾ കരുതിക്കോളൂ. യെസ് ബോസ്. ഏടാ വിജയ, അറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ എടുത്ത് കളിക്കല്ലേ. അത് മാറ്റിപ്പിടിക്ക് പൊട്ടും.
ഞാൻ ഉന്നം വെച്ചാ വെച്ചതാ. ഓ, അത് മനസ്സിലായി. തോക്ക് നേരെ ചൊവ്വെ പോലും പിടിക്കാൻ അറിയില്ല. ആദ്യം നീ തോക്ക് നേരെ ചൊവ്വെ പിടിക്കാൻ പഠിക്കേ. ദാസാ, ആളെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യരുത്. ഇത് ഞാൻ വച്ചാലും പൊട്ടും. ഓ, പൊട്ടും. ചക്കിന് വെച്ചത് കൊക്കിനെ കൊള്ളു എന്ന് മാത്രം. എന്നാ നോക്കിക്കോ, നീ കൊള്ളണ്ടടത്ത് തന്നെ കൊണ്ടിരിക്കും. അയ്യോ, ഞാൻ ബോംബുമായി വരുന്ന വിവരവും ഇവരറിഞ്ഞിരിക്കുന്നല്ലോ. ഓടി രക്ഷപ്പെടും തന്നെ. യോ, ചക്കിന് വെച്ചത് കൊക്കിന് തന്നെ കൊണ്ടോ? ഈ മരിച്ചയാൾ കുപ്രസിദ്ധ കൊള്ള സംഘത്തിലെ ഒരു കണ്ണിയായിരുന്നു. അയ്യോ, ഇവനെ ഞങ്ങൾ ഒരുപാട് നാളായി തിരയുകയായിരുന്നു. താങ്ക് യു മിസ്റ്റർ ദാസ്. താങ്ക് യു മിസ്റ്റർ വിജയൻ. അതെ, കള്ളന്മാരെയും കൊള്ളക്കാരെയും ഞങ്ങൾ എവിടെ കണ്ടാലും മണത്തറിയും, അല്ലേ വിജയ? ഇന്നവരെ വെടിവെച്ചിടാൻ ഞങ്ങൾക്കൊരു നിമിഷം പോലും വേണ്ട. അതാണ് ദാസനും വിജയനും. അത് ഞങ്ങൾക്ക് നന്നായി അറിയാം സാർ. നിങ്ങൾ വിശ്രമിക്കണം സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചെന്റെ വിജയ? ഇപ്പോ നിനക്കെന്റെ ഉന്നത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു ഉന്നക്കാരൻ വന്നിരിക്കുന്നു. ഉന്നമില്ലാത്തതിൽ എനിക്കൊരു സംശയമേ ഇല്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ മടക്കഴുതേ, ആദ്യം കരുവിനെ അംഗീകരിക്കാൻ പഠിക്കണം. അസൂയപ്പെടരുത്. അതേടാ, എനിക്ക് നിന്നോട് മുഴുത്ത അസൂയടാ. ദാസ, നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഭയം തോന്നുന്നു. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ. നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ആ സംശയം തോന്നാതില്ല വിജയ. നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് അന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. എനിക്ക് ആ പോലീസുകാരന് സംശയമുണ്ട്. നമ്മുടെ ജീവൻ ഏത് നിമിഷവും അപകടത്തിൽപ്പെടും. നീ ഒന്ന് വിഡിത്തം പറയാതിരി. പോലീസ് നമ്മെ എന്ത് ചെയ്യാനാ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ദാസ. ഉടനെ നമുക്കിവിടം വിടണം, അല്ലേ ദാസ? നിനക്ക് വട്ടാണ്. നീ ധൈര്യമായിട്ടിരി. നമ്മൾ ഒരിടത്തേക്കും പോകുന്നില്ല. എന്റെ ഈശ്വര, നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ പോകുകയാണ്. എന്റെ ഈശ്വര, ഞാൻ ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും. ഈ രാത്രി നീ എങ്ങോട്ടാ വിജയ? ഏത് നരകത്തിലേക്കെങ്കിലും? അവസാനമായിട്ട് ചോദിക്കുക, എന്നോടൊപ്പം വരുന്നോ അതോ ഇല്ല? എനിക്ക് ഉറക്കം വരും. ഗുഡ് ബൈ. വിധി ഉണ്ടെങ്കിൽ എവിടെ വെച്ചെങ്കിലും കാണാം. ദൈവമേ, ആരായിരിക്കോ? ഇനി വേറെ ഏത് ഗുണ്ടയാണാവോ? ദാസ, ഇത് ഞാനാ. എടാ വിജയ, നീയോ? അതെ, ഞാൻ തന്നെ. എന്തായാലും നീ എന്നെ ഇട്ടിട്ട് പോയത് വളരെ മോശമായി പോയി. അല്ലെങ്കിൽ വേണ്ട, മരിക്കുവാണെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് മരിക്കാം. അയ്യടാ, അല്ലേലും എനിക്ക് നിന്നെ അറിയില്ലടാ വിജയ. നമസ്കാരം. പ്രധാന വാർത്തകൾ.
തമിഴ്നാട്ടിൽ നിന്നും കേരള പോലീസിന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയ മലയാളികളായ CID ദാസനും വിജയനും ഒരു കൊടും ഭീകരനെ വധിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മുണ്ട എന്ന ഇയാളെ പോലീസ് വലവീശി വരികയായിരുന്നു. വളരെ ലാഘവത്തോടെയായിരുന്നു CIDമാരുടെ നീക്കം. മുഖ്യമന്ത്രി CID ദാസനെയും വിജയനെയും അനുമോദിച്ചു. ബംഗ്ലാവ് ബോംബ് വച്ച് തകർക്കാനെത്തിയതായിരുന്നു ഭീകരൻ മുണ്ട. ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് CID ദാസനും വിജയനും ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. ഇവർക്ക് ഉചിതമായ സ്വീകരണം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വന്ന CIDകളാണെങ്കിലും ഇവർ മലയാളികളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ഇത്തരം കൃത്യങ്ങളിൽ നമ്മുടെ യുവാക്കൾ ധൈര്യപൂർവ്വം പങ്കുചേരാൻ മുന്നോട്ട് വരണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തെ നശിപ്പിക്കാനുള്ള ദുഷ്ടശക്തികളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഭയങ്കരന്മാരെ കൊല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എന്റെ നീക്കങ്ങളെല്ലാം അവരറിഞ്ഞിരിക്കുന്നു. പട്ടേലിന്റെ ചരക്ക് ബോട്ട് ഇന്നാണ് എത്തുന്നത്. ബോട്ടിന്റെ റൂട്ടൊക്കെ ക്ലിയറാണ്. ഒരു പോറലുമേൽക്കാതെ ചരക്കിന്നിവിടെ എത്തണം. CIDകളെ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മറ്റാരും പ്രശ്നമില്ല. ബി കെയർഫുൾ. ആര് സിഗ്നൽ കൊടുത്താലും ബോട്ടവർ നിർത്തില്ല. ചരക്കിന്ന് തന്നെ കൈമാറാനുള്ളതാണ്. 100 കോടിയുടെ ചരക്കാണെന്ന് എല്ലാവരും ഓർക്കുന്നത് നന്ന്. ഹായ്, എത്ര മനോഹരമായ കടൽപ്പുറം! എന്തൊരു ശാന്തത! ആളും മനുഷ്യനുമില്ലാത്ത ഈ സ്ഥലം എനിക്ക് പേടിയാകുന്നു ദാസ. പേടി നിന്റെ കൂടപ്പിറപ്പാണ് വിജയ. അത് നിന്നെ വിട്ടുമാറില്ല. അതെല്ലാം പോട്ടു വിജയ. ആ ബോട്ടുമായി ചെന്ന് നമുക്ക് ചൂണ്ടയിട്ടാലോ? ഞാനില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ജോലിയോ? എന്ത് ജോലി? ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, അത് തന്നെ ജോലി. എങ്കിൽ നീ അവിടെ കുത്തിയിരുന്നോ? അവന്റെ ചള്ള വയറ് നിറച്ച് പിന്നെ മീൻ തീറ്റിച്ചിട്ടേ ഉള്ളു കാര്യം. അയ്യോ, കളിക്കല്ലേ മോനെടാ. അയ്യോ, എന്നോടാ നിന്റെ കളി? അയ്യോ, 1 2 3 4 5. ഇന്നത്തേക്ക് ഇത്രയും മതി. പാവൊരുത്തൻ ആ പാറയുടെ മുകളിൽ കുത്തിയിരിക്കുക. പേടിച്ച് ചത്തിട്ടുണ്ടാവോ? ആർക്കറിയാം. തനന താനന തന്നാനേ കണ്ണാണ്. നാശം. ബോട്ടിന്റെ ഡീസൽ തീർന്നു. ഇനി എങ്ങനെ പോകുവൻ ഈശ്വര? ആ വിജയന്റെ ബ്രാക്കായത്. ഈശ്വര, രക്ഷിച്ചു. ഏതോ മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു. എങ്ങനെയാണേലും അക്കരെ എത്തിയാ മതി. ഡീസൽ തീർന്നു പോയതാണ്. അല്പം ഡീസൽ തന്നെ സഹായിക്കുമോ പ്ലീസ്? ഇവനെനിക്ക് മുന്നേ കണ്ടു കണ്ട് പഠിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, CID ദാസൻ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? നമ്മൾ വരുന്നത് ഇവരറിഞ്ഞിരിക്കുന്നു. ബോട്ട് നിർത്താതെ സ്പീഡിൽ വിടൂ. അയ്യോ, അവര് പോയോ? ഇനി നോക്കി നിന്നിട്ട് ഒരു രക്ഷയില്ല. രക്ഷപ്പെടാനുള്ള മാർഗം ഇതൊന്നേ ഉള്ളൂ. ഇതിലെന്തോ പന്തികളുണ്ട്.
അവരെന്തോ കടത്തുകയാണ്. അവൻ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബോസ്, CID വിജയൻ ഇവിടെ നമ്മുടെ ബോട്ട് വരുന്നതും കാത്തിരിക്കുകയാണ്. നമ്മുടെ പദ്ധതികളെല്ലാം അവരറിഞ്ഞിരിക്കുന്നു സർ. എന്തു തന്നെ വന്നാലും ഇങ്ങോട്ട് ഓടി വരരുത്, വേറെ എങ്ങോട്ടെങ്കിലും ഓടിക്കോ. എത്ര നേരമായി അവൻ പോയിട്ട്? ആ, ഒരു ബോട്ട് വരുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഓ കപ്പിത്താനെ, കപ്പലൊന്ന് നിർത്ത്. അതാ മറ്റേ CID നമ്മളെ പിടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അയ്യോ, ഇനി രക്ഷയില്ല. ചാടിക്കോ, ചാടിക്കോ. ഒന്ന് ചോദിച്ചോണ്ട്. നിക്കടാ അവിടെ, നിക്ക, ഒന്ന് ചോദിച്ചോണ്ട്. അവൻ രക്ഷപ്പെട്ടു. ഇനി ദാസൻ എവിടെയാണാവോ? ഓ, എത്ര നേരമായി അവൻ പോയിട്ട്. വിജയ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദാസാ, ഞാൻ അങ്ങോട്ട് വരാം. വിജയ, ഇത് നിറയെ മയക്കുമരുന്നുകളാ. ഇത് ആരുടെയാണെന്നറിയില്ല. ഒരാളെയെങ്കിലും പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നല്ലേ വിജയ? ശരിയാ, നമുക്കിത് പോലീസിൽ വിവരം കൊടുക്കാം. എന്നാൽ വിളി മോനെ ദിനേശ. ഹലോ, CID ദാസൻ ഹിയർ. നിനക്കെന്നെ മനസ്സിലായി കാണില്ല, ഞാൻ പുലികേശി. ആ, പുലിയായാലും പുളിശ്ശേരിയായാലും ഞാനിപ്പോ എന്ത് വേണം? എനിക്ക് നിന്റെ തല വേണം, ഉരുട്ടി കളിക്കാനാ. അയ്യോ, അതെനിക്ക് ആവശ്യമുണ്ടല്ലോ. പകരം വിജയന്റെ തല മതിയോ? വേണ്ട. രണ്ടുപേരുടെയും തല 24 മണിക്കൂറിനുള്ളിൽ എന്റെ മേശപ്പുറത്തെത്തും. നീ മാത്രം നിശ്ചയിച്ചാൽ പോരാ, കാരണം തലകൾ ഇപ്പോഴും ഞങ്ങളുടെ അടുത്താണ്. നീ കരുതിയിരുന്നോ നിങ്ങൾ ജീവനോടെ ഇവിടെ നിന്നും പോവില്ല? എങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, ഞങ്ങൾക്ക് നിന്നെ ജീവനോടെ വേണം. കളി ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളു മോനെ ദിനേശ. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? തലയില്ലാത്ത എന്നെപ്പറ്റി ചിന്തിക്കാനേ വയ്യ. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ വിജയ. നമുക്ക് ഇവിടുന്ന് ഉടനെ സ്ഥലം വിട്ടാലോ ദാസ? അത് ഒരിക്കലും വേണ്ട. കാരണം പുലികേശി നമ്മളെ ഭീരുക്കളായി കണക്കാക്കും. അമ്മോ, ഈ CID പണി ഏത് നേരത്താണാവോ കിട്ടിയത്? നമുക്ക് ആ പഴയ പ്യൂണിന്റെ പണി തന്നെ മതിയായിരുന്നു. നീ വെറുതെ അതും ഇതും പറയാതെ ഇനി രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കു വിജയ. ആ
ഒരു ഐഡിയ. പുലികേശി ഇവിടുത്തെ താവള പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് അല്പം മാറി നിൽക്കാം. യെസ്, യു ആർ റൈറ്റ്. വേറെ താവളത്തിലേക്ക് മാറാം. ഗുഡ് ഐഡിയ. എന്റെ ബുദ്ധി നീ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ ദാസ. വരട്ടെ, നോക്കാം. കുമാരന്റെ രോഗം വളരെയധികം കൂടിയിരിക്കുന്നു. ഗുരു, അപ്പൊ കുമാരന്റെ രോഗം മാറില്ലേ? വഴിയുണ്ട്. ഈ ലോകത്ത് നിന്നും വളരെ ദൂരെ കിടക്കുന്ന ഭൂമിയിൽ ലയ എന്ന പർവ്വതനിരകളിൽ വളരുന്ന ജ്യോതികം എന്ന പഴം കഴിച്ചാൽ മാത്രമേ ഇനി കുമാരന്റെ രോഗം മാറുകയുള്ളൂ. ഞാൻ തയ്യാറാണ്. നീമു, നീയോ? എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. അതിനെ ഭൂമിയിലേക്ക് പോവാൻ എന്നെ അനുവദിക്കണം. കാടും മലകളും താണ്ടി വരുന്നു നീമോ, നീമാസിന്റെ നീമോ. മരതകപ്പട്ട് മാറിലണിഞ്ഞ് വാനം നോക്കി ചിരിക്കും ഭൂമി, സ്വർണ്ണക്കതിരുടെ ആടയണിഞ്ഞ് നാണം കുണുങ്ങി നിൽക്കും ഭൂമി. ആറ്റിന്റെ ഓളത്തിൽ ചാടുന്ന മീനും എന്തൊരു സുന്ദര ഭൂമി, എത്ര മനോഹര ഭൂമി. ഇതെന്തൊരു ജീവി? നീ ആരാണ്? നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ഒത്തൊരുമിച്ചൊന്നാടാം, പക്ഷിയെ പോൽ പാറിടാം. എന്താ മക്കളെ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഇതാരാ കൂടെയുള്ള വിചിത്ര ജീവി? അയ്യോ, ഇനി നമുക്ക് ഈ പേടകത്തിൽ യാത്ര തുടരാനാവില്ല. മഴയത്ത് ഈ പേടകം പ്രവർത്തിക്കില്ല എന്നാണ് വൈദ്യുഗുരു പറഞ്ഞത്. അയ്യോ, നീമോ, നമ്മുടെ കിച്ചു. എത്ര ശാന്തസുന്ദരമായ ഒഴിഞ്ഞ വീട്. പുലികേശി ഒരിക്കലും നമ്മളെ തിരിച്ചറിയില്ല. സമാധാനമായി. ദാസ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളെ സഹായിക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടെന്നാണല്ലോ SP പറഞ്ഞത്. പക്ഷേ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? അതാ നമ്മളെ കണ്ടിട്ട് ഒരു കള്ളൻ ഓടുന്നു. കള്ളൻ ഇടിക്കാവനെ. വിജയ, ഒന്ന് ഓടിച്ച് പിടിയിടാ വിജയ. കള്ള, നിനക്ക് ഞാൻ വിജയ, നീ ഒന്ന് ഓട്, ഒന്ന് പിടിക്കവനെ. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്ക. എനിക്ക് പറ്റുന്നില്ല ഓടാൻ. നിക്കടാ അവിടെ. എടാ, ഓടരുത്, നിന്നെ ഞാൻ പിടിച്ചിരിക്കും. അയ്യോ,
ഇത് നമ്മുടെ ഗഫൂർക്ക അല്ലേ? ഓ ഓ ഓ ഗഫൂർക്ക. അത ഭയമാരെ ഗഫൂർക്ക തന്നെ. നമ്മൾ നിങ്ങളെ കണ്ടിട്ട് ഓടിയതാ. അത് ശരി, ഞങ്ങൾ നിങ്ങളെ തേടി നടക്കുകയായിരുന്നു. അല്ല, എന്തിന്? തല്ലിക്കൊല്ലാൻ. ആളുകളെ ഇപ്പോഴും ദുബായ് കടപ്പുറത്തെത്തിച്ച് മുങ്ങുന്ന ആളല്ലേ നീ? അതുകൊണ്ടെന്താ, പഠിച്ചവങ്ങളെ രണ്ടാളെ രക്ഷപ്പെടുത്തിയില്ലേ? മക്കളെ കെട്ടിക്കാൻ വേറെ വഴിയില്ല, എനിക്ക് ചെയ്തു പോയതാ മക്കളെ. അതിരിക്കട്ടെ, ഇപ്പൊ ആരെ പറ്റിക്കാനാ പരിപാടി? ആരെയും നമ്മൾ പറ്റിക്കൂല. അതിന് മാത്രം ഞമ്മക്കിപ്പം കിട്ടി. പഠിച്ചോ സഹായിച്ചിട്ട് ഇപ്പം ഞമ്മക്ക് വെപ്പ് പണിയാ. വെപ്പ് പണിയോ? ഇപ്പോഴും നീ വെപ്പ് പണി മാറ്റിയിട്ടില്ലല്ലേ? അതല്ലാന്ന്, പണ്ടാരിപ്പണി SP ഏർപ്പാടാക്കി തന്നതാ. ജയിലിൽ നിന്ന് മൂപ്പർക്ക് നമ്മളെ വെപ്പ് നന്നായിട്ട് ഇഷ്ടായിണ്ട്. ഇവിടെ 2 CIDമാര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചതാ. അത് ഞങ്ങളാണ്. നിങ്ങളോ? ആ CIDമാർ ഞങ്ങൾ തന്നെ. നിങ്ങൾ ഞങ്ങൾക്കാണ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടല്ലേ? നന്നായി. നമ്മൾ ദുബായിക്ക് അയച്ചവരിൽ 2 പേരെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അത് മതി. അൽഹംദുലില്ലാ. ആ നല്ല അസല് കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെരി. അപ്പൊ നമ്മൾ പോട്ടെ, ഇനി ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ നീ ഇത്ര ആലോചിക്കുന്നത് ദാസ? ഓ അല്ല, നമ്മളെപ്പറ്റി പോലീസിന് ഇപ്പോ നല്ല അഭിപ്രായമാവില്ല. അതെന്താ അങ്ങനെ തോന്നാൻ? പുലികേശിയെ പേടിച്ച് നമ്മൾ ഇങ്ങോട്ട് ഓടിപ്പോന്നതാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് നമ്മുടെ തല ഇപ്പോഴും നമ്മുടെ കഴുത്തിലുണ്ടല്ലോ, അതുപോരെ? എടാ വിജയ, നീ ഒരിക്കലും നന്നാവില്ല. ഉണ്ണുന്ന ചോറിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. എന്നാ നീ വിളിയടാ പുലികേശിയെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന കാര്യം നീ പറ. അല്ല പിന്നെ ഞാൻ വിളിക്കൂടാ. എന്നാ വിളി. ഓ ഹലോ, SP അല്ലേ? ഇത് CID ദാസൻ. ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. പുലികേശിയെ പേടിച്ചിട്ടൊന്നുമല്ല ഇങ്ങോട്ട് പോന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. CIDയുടെ ബുദ്ധി അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ? നാളെ ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള വനമൊന്ന് പരിശോധിക്കണം. അതിന് ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് തരണം. അതുകൊണ്ടല്ല, പുലികേശി ചില്ലറക്കാരനല്ല. നിങ്ങൾ വലിയ അപകടത്തിൽ ചെന്നുവിടും. മിസ്റ്റർ SP, CIDകൾക്ക് പോലീസിന്റെ സഹായം മാത്രം മതി, ഉപദേശം വേണ്ട. ഞങ്ങളുടെ അന്വേഷണത്തിൽ തലയിടാൻ ആരെയും അനുവദിക്കില്ല. ഓക്കെ മിസ്റ്റർ ദാസ്, ഞങ്ങൾ നാളെ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് തരാം. എന്തിനാ ഹെലികോപ്റ്റർ? അതിന്റെ മുകളിൽ നിന്ന് വീഴാനാണോ? അതോ? എന്റെ വിജയ, നിന്റെ നാക്കൊന്ന് വളയ്ക്കാതിരി. ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തോ. CIDകളെ പേടിച്ച് ഈ വനത്തിനുള്ളിൽ നമുക്ക് എത്ര നാൾ ഒളിച്ചിരിക്കാൻ സാധിക്കും? ഉടനെ നമ്മുടെ താവളത്തിലേക്ക് തിരിച്ചു പോണം. അല്ല ബോസ്, അവിടെയും ഈ CIDകൾ നമ്മളെ അപായപ്പെടുത്തിയാൽ? നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് കടത്തണം. അത് മാത്രമല്ല, ആ CIDകളെ എത്രയും പെട്ടെന്ന് യമലോകത്തേക്ക് അയക്കണം. എല്ലാവരോടും വനത്തിൽ ജാഗ്രത പാലിക്കാൻ പറയുക. യെസ് ബോസ്. അല്ല പഠിച്ചോനെ രക്ഷിക്കണേ. മനസ്സമാധാനായിട്ട് നടക്കാനും സമ്മതിക്കില്ല മനുഷ്യനെ. പണ്ടാറങ്ങേ. എടാ ദാസ, വിജയ, അല്ല ഇനിയിപ്പോ അത് പിടിച്ച് ഞമ്മളെ കേസ് വേണ്ട. CIDമാരെ അല്ല, CIDമാരെ നിങ്ങളിവിടെ പുട്ടും കറലി അടിച്ചു കുത്തിരുന്നോളി. അല്ല പിന്നെ എന്താ ഗഫൂർക്ക ഉണ്ടായേ? മനുഷ്യനെ ഭ്രാന്താക്കും. ഒന്ന് പറഞ്ഞു തൊലക്ക്. വിഷമിക്കാതെ കാര്യം പറയണ്ട ഗഫൂർക്ക. നമ്മൾ മേലെ പറമ്പിലൂടെ നടക്കാൻ ഇറങ്ങിയതാ. അപ്പോഴല്ല നമ്മൾ കണ്ടത്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ഗഫൂർക്ക. അതന്നെ ഞാൻ പറയട്ടെ. ആരും ഇല്ലാത്തൊരു ഹെലികോപ്റ്റർ അവിടെ നിൽക്കണ്ടെന്ന്. ഇതെങ്ങനെ അവിടെ എത്തി? വാട്ട് ഈസ് ദ സർപ്രൈസ്? ഗഫൂർക്ക,
ചായ വളരെ നന്നായിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കിവിടെ ഒരുപാട് ജോലിയില്ലേ? നിങ്ങൾ അത് പോയി ചെയ്തോ. ഞങ്ങൾക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്, അത് ഞങ്ങളും ചെയ്തോട്ടെ. കമോൺ, ലെറ്റ്സ് ഗോ. ശരി, ഞാൻ അപ്പഴേ റെഡി. ദാസ, ശരിക്കും നിന്റെ പരിപാടി എന്താണ്? ആദ്യം നമുക്ക് ഈ കാടൊന്ന് ചുറ്റിക്കറങ്ങണം. കൂട്ടത്തിൽ ആ പുലികേശിയുടെ സങ്കേതവും കൂടി കണ്ടുപിടിക്കണം. അതിന് പുലികേശി തുറസായ സ്ഥലത്ത് സങ്കേതം പണിതിട്ട് വേണ്ടേ? ഇതാ മടയ, അതുകൊണ്ടാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഈശ്വര, ഇവൻ എന്നെ കൊലയ്ക്ക് കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല. നല്ല സ്ഥലമെന്ന് പറയുകയായിരുന്നു. അതാ നമുക്കുള്ള ഹെലികോപ്റ്റർ. ഇനി താമസിക്കേണ്ട. ദാസ, നോക്കിക്കണ്ട് കേറ് കേട്ടോ. ദാസ, ഈ കാടുകളും മലകളും കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു ദാസ. ഇത്ര മനോഹരമായ സ്ഥലം കാണുമ്പോൾ എനിക്കിവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്നാ തോന്നുന്നത്. കൂടിക്കോ, ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം. ഇത്ര മനോഹരമായ സ്ഥലം കണ്ടിട്ട് എന്താ വിജയ നീ മിണ്ടാതിരിക്കുന്നേ? ഞാൻ മിണ്ടുന്നുണ്ടല്ലോ ദാസ. എടാ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഭംഗി കണ്ടോ നീ? ആസ്വദിക്കടാ. എന്റെ ആവശ്യത്തിന് ഞാൻ ആസ്വദിക്കും. അയ്യോ, സിഐഡികൾ കുടുങ്ങിയത് തന്നെ. ബോസ്, ആ സിഐഡികൾ നമ്മുടെ താവളം ലക്ഷ്യം വെച്ച് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. മൈ ഗോഡ്, അവർ ചില്ലറക്കാരല്ല. അതേതായാലും നന്നായി. നമ്മുടെ ആൾക്കാരോട് ഉടനെ അവരെ ഹെലികോപ്റ്ററിൽ ചെന്ന് വെടിവെച്ചിടാൻ പറയൂ. യെസ് ബോസ്. വിജയ, ഏതോ ഒരു ഹെലികോപ്റ്റർ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഭഗവാനെ, ആപത്തൊന്നും വരുത്താതെ നോക്കിക്കോണേ. വിജയ, തിരിച്ചുന്നം നോക്കി വെക്കടാ വെടി. ഇവന്മാരുടെ കഥ ഞാൻ ഇപ്പം കഴിച്ചോളാം. ഇതവന്മാർ തന്നെ, സംശയമില്ല. ഏത് നിമിഷവും നമുക്ക് ആപത്തുണ്ടായേക്കാം. കെയർഫുൾ. മനുഷ്യനെ പേടിപ്പിക്കല്ലേ ദാസ. പാരച്യൂട്ട് എടുത്ത് ചാടടാ വിജയ. അമ്മേ, എന്തൊക്കെയുണ്ട് വിജയ വിശേഷങ്ങൾ? നീ ഒരു തമാശയെങ്കിലും പറ. മരിക്കാൻ പോകുന്നവൻ എന്ത് തമാശ. അമ്മേ, ഔ, ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ആ വെടിവച്ചവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഇവിടെ നിന്നും പുറത്തേക്കുള്ള വഴി നോക്കാം. വാ വിജയ, നമുക്ക് ഇതുവഴി പോയി നോക്കാം.
വഴി ചോദിക്കാൻ ഒരു ആദിവാസിയെ പോലും കാണുന്നില്ലല്ലോ. നിനക്കെവിടെ പോയാലും നിന്റെ കുടുംബക്കാരെ കുറിച്ചുള്ള ചിന്ത മാത്രം. വിജയ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കുടിക്കാല്ലേ? എടാ വിജയ, ദൂരെ ആ താഴ്വരയിൽ കാണുന്ന എന്താണ്? ശരിയാണ്, അതൊരു വീട് പോലെ ഉണ്ടല്ലോ. വിജയ, രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും, തീർച്ച. ഈ വനത്തിനുള്ളിൽ ആരാണ് വീട് പണിയുക? നമുക്ക് പോയി നോക്കിയാലേ പറയാൻ പറ്റൂ. എന്റെ ഈശ്വര, നരഭോജികളുടെ വീടാകരുതേ. വിജയ, സൂക്ഷിച്ച്. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കില്ലേ? നീ എന്റെ കാര്യം നോക്കിക്കോ, നിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത് നമ്മൾ കരുതുന്നത് പോലുള്ള വീടല്ല. പതുക്കെ. ശരിയാ, ഇതു പക്ഷേ പുലികേശിയുടെ താവളമായിരിക്കും. കണ്ടില്ലേ ഒരുത്തൻ തൂക്കുമായി? അത് പുലികേശിയുടെ താവളം തന്നെ. എന്റെ ഗതി അതോ ഗതി. ഭഗവാനെ, വളരെ കരുതി വേണം മുന്നോട്ട് പോകാൻ. പുറകുവശത്തുകൂടി അകത്ത് കിടക്കണം. ബോസ്, അവരുടെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് തലകുത്തിന് താഴെ വീണു സാർ. അവർ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇനി നമുക്ക് അവരുടെ ശല്യമുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങാൻ ഇനി വൈകിക്കേണ്ട, അല്ലേ ബോസ്? നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങാം. വിജയ, നീ അതിലേ പൊയ്ക്കോളൂ. ഇതിലൂടെ ഞാൻ പോകാം. തോക്ക് റെഡിയാക്കിക്കോ. ശരി ദാസ. ബോസ്, ആ CID-മാർ മരിച്ചിട്ടില്ല. ഒരുത്തനെ പിടിച്ച് തുറങ്കിലടച്ചിട്ടുണ്ട് ബോസ്. എന്ത്? മരിച്ചിട്ടില്ലേ? ഉടനെ മറ്റവനെയും കണ്ടുപിടിക്കുക. വേഗം. കുട്ടികളെ അതിനുശേഷം കടത്തിയാൽ മതി. മനസ്സിലായോ? അയ്യോ അമ്മേ, അയ്യോ, നിങ്ങളൊക്കെ ആരാണ്? അങ്കിൾ, ഞങ്ങളെ ഇവിടെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ആക്കിയതാ. ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് കയറ്റി അയക്കുമെന്നാണ് പറയുന്നത്. പ്ലീസ് അങ്കിൾ, അങ്കിൾ പ്ലീസ്,
ഞങ്ങളെ രക്ഷപ്പെടുത്താമോ? എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണണം. അതു ശരി, നിങ്ങളാരും ഭയപ്പെടേണ്ട. നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയും പോലെ ചെയ്താ മതി. ഇനി പതുക്കെ നമുക്ക് പുറത്തേക്ക് ആരും കാണാതെ കടക്കണം. ഓക്കെ. വരണം മിസ്റ്റർ ദാസൻ. ഈ അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനും അതെ. നിന്റെ മരണം അടുത്തു കഴിഞ്ഞു. നീ പ്രാർത്ഥിച്ചോ? ആ അവസരം ഞാൻ നിനക്ക് തരുന്നു മോനെ ദിനേശ. നീ ഈ ലോകത്ത് ഏതു മൂലയിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ സേഡിമാർ അവിടെ എത്തിയിരിക്കും. മനസ്സിലായോടാ? എടാ വിജയ, നീ? അതെ, ഈ വാൻ നിറയെ അവർ കടത്തിക്കൊണ്ടുവന്ന കുട്ടികളാ. നീ ഒരു മഹത്തായ കാര്യമാണ് വിജയ ചെയ്തത്. നീ കാട് വിറപ്പിച്ച പുലികേശിയുടെ അവസ്ഥ കണ്ടോ? നീ ഞങ്ങളെപ്പറ്റി എന്താടാ വിചാരിച്ചത് റാസ്കൽ? ഇനി ഇവന്റെ ബംഗ്ലാവ് നമുക്ക് ആവശ്യമുണ്ടോ ദാസ? ഏയ് വേണ്ട. എങ്കിലിതാ ബോംബ്. മടിച്ചു നിൽക്കാതെ ചുട്ടെരിക്കടാ ദാസ. നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്ത കുട്ടികൾ ഈ വാഹനത്തിലുണ്ട്. അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഒന്നുമില്ല, ഈ വണ്ടി എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള വണ്ടിയാണ്. ഫോണിൽ റേഞ്ചുള്ള സ്ഥലമെത്തുമ്പോൾ നമുക്ക് പോലീസിനെ വിവരം അറിയിക്കണം. തീർച്ചയായും നീ വിളിമോനെ ദിനേശ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് രഹസ്യമായി ഉല്ലാസയാത്രയ്ക്ക് വന്ന മലയാളികളായ CID ദാസനും വിജയനും പിടികിട്ടാപ്പുള്ളിയായ പുലികേശിയെ പിടികൂടി പോലീസിന് കൈമാറിയിരിക്കുന്നു. ഒപ്പം അയാൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തട്ടിക്കൊണ്ടുപോയ 26 കുട്ടികളെയും മോചിപ്പിച്ചു. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ദാസനെയും വിജയനെയും അഭിനന്ദിച്ചു. ഇവർക്ക് സംസ്ഥാന സർക്കാർ വക ഗോൾഡ് മെഡൽ സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.
കുട്ടികളുടെ മോചനം ആഘോഷിക്കാൻ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അതിനിടെ തമിഴ്നാട് സർക്കാർ CID ദാസനോടും വിജയനോടും ഉടനെ തമിഴ്നാട്ടിലേക്കെത്തുവാൻ ആവശ്യപ്പെട്ടു. അവർക്ക് മറ്റൊരു ദൗത്യത്തിൽ ഏർപ്പെടാനുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. Come on, let's go. ശരി, ഞാനപ്പോഴേ അറിയാം.